ഹൈന്ദവ വിശ്വാസപ്രകാരം ശൈവ വൈഷ്ണവ ചൈതന്യങ്ങളായി കരുതി വരുന്ന ശ്രീ മഹാവിഷ്ണുവും ശ്രീ മഹാദേവനും തുല്യ പ്രാധാന്യത്തിൽ കുടികൊള്ളുന്ന പ്രസിദ്ധവും അപ്രസിദ്ധവുമായ ധാരാളം ക്ഷേത്രങ്ങൾ നമ്മുടെ കൊച്ചു കേരളത്തിൽ സ്ഥിതി ചെയ്യുന്നുണ്ട്. അത്തരത്തിൽ ഒരു ക്ഷേത്രമാണ് കോഴിക്കോട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ശ്രീ പാലക്കോട് ക്ഷേത്രം. നാലമ്പലത്തിനുള്ളിൽ ഇരു ചതുര ശ്രീകോവിലുകളിലായി കിഴക്കോട്ട് ദർശനമരുളി ഭക്തജനലക്ഷങ്ങൾക്ക് സർവാഭീഷ്ട വരദായകരായി കുടികൊള്ളുന്ന ശ്രീ മഹാദേവനെയും ശ്രീ മഹാവിഷ്ണുവിനെയും കൂടാതെ ഭഗവതി, കിരാതമൂർത്തി, ഗണപതി, അയ്യപ്പൻ, അന്തിമഹാകാലൻ എന്നിവരും ഈ പുണ്യസന്നിധിയിൽ ഭക്തർക്ക് ദർശനമരുളി ഉപദേവതാ സാന്നിധ്യത്തിൽ കുടികൊള്ളുന്നുണ്ട്. നാലമ്പലത്തിന് പുറത്ത് ചുറ്റമ്പലത്തിനോട് ചേർന്ന് ക്ഷേത്രത്തിന്റെ പിറകുവശത്തായാണ് മേൽക്കൂരയില്ലാത്ത ശ്രീകോവിലിലായി കിരാതമൂർത്തിയും ഭഗവതിയും ഒറ്റ ശ്രീകോവിലിലായി കുടികൊള്ളുന്നത്. ഈ ക്ഷേത്രത്തിന്റെ ഉപക്ഷേത്രമായി കരുതി വരുന്ന സാക്ഷാൽ ശ്രീ സുബ്രഹ്മണ്യ സ്വാമിയുടെ ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന ഒരു ക്ഷേത്രം പാലക്കോട് ക്ഷേത്രത്തിൽ നിന്നും ഏകദേശം 200 മീറ്റർ അകലെയായി സ്ഥിതി ചെയ്യുന്നുണ്ട്. ശൈവ വൈഷ്ണവ ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന പാലക്കോട് ക്ഷേത്രത്തിന് ഏകദേശം 2000 വർഷം പഴക്കമുണ്ടെന്നാണ് വിശ്വാസം. ക്ഷേത്ര കുളക്കരയിലായാണ് അന്തിമഹാകാലൻ കുടികൊള്ളുന്നത്. സമീപത്തായി മേൽക്കൂരയില്ലാത്ത ശ്രീകോവിലിൽ സഹോദരങ്ങളായ അയ്യപ്പൻ, ഗണപതി എന്നിവരും കുടികൊള്ളുന്നുണ്ട്. ശിവരാത്രിയും ശ്രീകൃഷ്ണ ജയന്തിയുമാണ് ക്ഷേത്രത്തിലെ പ്രധാന ആഘോഷങ്ങൾ. കൂടാതെ വൈശാഖ മാസത്തിലായി ആഘോഷിച്ചു വരുന്ന സപ്താഹവും ഈ ക്ഷേത്രത്തിൽ പ്രധാനമായി കരുതി വരാറുണ്ട്. നാലമ്പലത്തിനുള്ളിൽ കിഴക്കോട്ട് ദർശനമരുളി ചതുര ശ്രീകോവിലിലായി ചതുർബാഹുവായി കുടികൊള്ളുന്ന ക്ഷേത്രേശന്മാരിൽ ഒരാളായ ശ്രീ മഹാവിഷ്ണുവിന്റെ ശ്രീകോവിലിലെ കന്നിമൂലയിലെ ചുവരിലായി വിഘ്നവിനായകൻ കുടികൊള്ളുന്നു എന്നാണ് വിശ്വാസം. കോഴിക്കോട് പുതിയ സ്റ്റാൻഡിൽ നിന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് വഴി കുന്നമംഗലം റൂട്ടിൽ മുണ്ടിക്കൽത്തായം ജംഗ്ഷന് സമീപത്തായാണ് ശൈവ വൈഷ്ണവ ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന ഈ പുരാതന ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. മണ്ഡലമാസം, വിദ്യാരംഭം, ഷഷ്ഠി, വിനായക ചതുർത്ഥി, കർക്കിടക മാസം എന്നിവയെല്ലാം ഈ ക്ഷേത്രത്തിൽ വിശേഷമായി ആഘോഷിച്ചു വരാറുണ്ട്. ശിവരാത്രിയും ശ്രീകൃഷ്ണ ജയന്തിയുമാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന ആഘോഷം. കൂടാതെ വൈശാഖ മാസത്തിലായി ആഘോഷിച്ചു വരാറുള്ള 7 ദിവസം നീണ്ടു നിൽക്കുന്ന സപ്താഹ മഹോത്സവവും ഈ ക്ഷേത്രത്തിൽ വിശേഷമാണ്.